ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വെളുപ്പിന് ഒരു 2:30 ആവുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോഴത്തേക്കും എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. കാരണം ആ സമയം നല്ല ഉറക്കത്തിലായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കേണ്ടതാണ്. ഞാൻ എടുത്തില്ല. ബെല്ലടിച്ചിട്ട് ഞാൻ കേൾക്കാത്ത കണക്ക് കിടന്നു. 2 പ്രാവശ്യം അടിച്ചു, 3ാമത്തെ പ്രാവശ്യമായി. പിന്നെ അടിച്ചപ്പോൾ എൻ്റെ ഉറക്കവും പോയി. ദേഷ്യം ഭയങ്കര ഇരട്ടിയായി എനിക്ക്. ഞാൻ ഫോൺ എടുത്ത് അങ്ങോട്ട് തിരിച്ചു വിളിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോധം വീണത് തന്നെ. അയ്യോ, എൻ്റെ വീട്ടിൽ നിന്നാണോ അതോ നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നാണോ? ഇവിടെ ഒരുപാട് അപ്പച്ചന്മാർക്കൊക്കെ സുഖമില്ല. ഇപ്പം പനി സീസൺ ആണല്ലോ, പനിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ടിപ്പോൾ അന്ന് 2 ആഴ്ച മുമ്പേ പോയതാണ് അമ്മയും കുഞ്ഞിനെ ആക്കാൻ. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി പോയിരുന്നുവെങ്കിലും എനിക്ക് അവരോടൊന്നും കാര്യമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മുടി വെട്ടി കൊടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്കും ഫോൺ എടുത്തതൊരു യുവാവാണ്. അവൻ എന്നോട് പറഞ്ഞു, ബീന ചേച്ചി, എനിക്ക് പരിചയമില്ലാത്ത ശബ്ദം. എന്നിട്ട് എന്നെ ബീന ചേച്ചി എന്ന് വിളിച്ചപ്പോൾ എന്താണ് എന്ന് എൻ്റെ ശബ്ദത്തിലൊരു കനവൊക്കെ വന്നു എനിക്ക്. എന്താണ്, ആരാണ് രാത്രി വിളിക്കുന്നത്, എന്താ കാര്യം, എന്ത് വേണം എന്നൊക്കെ ശാസ്ത്രത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ബീന ചേച്ചി, ഞാൻ കാക്കനാട് നിന്ന് അമ്മണി ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള അജയനാണ്. എന്നെ അറിയില്ല ചേച്ചി. ഞാൻ എൻ്റെ വണ്ടിയിൽ ചേച്ചി 2-3 പ്രാവശ്യം ടൗണിലേക്കൊക്കെ പോയിട്ടുണ്ട്, അറിയുമോ ചോദിച്ചു. അതിനെന്താ, വണ്ടിയുടെ പൈസ എന്താണെന്നേ ഇല്ലേ. അപ്പോൾ അവനവിടെ കോൾ ടാക്സിയാണ് ഓടിക്കുന്നത്, കാക്കനാട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെ ഞാൻ പൈസ തന്നല്ലോ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി അതൊന്നും അല്ല, അമ്മണി ചേച്ചി രാത്രി കണക്ക് നെഞ്ചുവേദന വന്നു. എൻ്റെ വണ്ടിയിലാണ് അഡ്മിറ്റ് ആക്കി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. അമ്മണി ചേച്ചി മരിച്ചു. രാത്രി 1:30 ആയപ്പോഴത്തേക്കും മരിച്ചു അമ്മണി ചേച്ചി. അതുകൊണ്ടാണ് അതൊന്ന് വിളിച്ച് പറയാൻ വേണ്ടി അമ്മണി ചേച്ചി എൻ്റെ കയ്യിൽ ഒരു പേപ്പറിൽ ഒരുപാട് നമ്പറുകൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അമ്മണി ചേച്ചിക്ക് അറിയാമായിരുന്നു അമ്മണി ചേച്ചി മരിക്കുമെന്ന് എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ എനിക്കത് കേൾക്കാനുള്ള ആ ഒരു ഇതുണ്ടായില്ല. കാരണം അമ്മണി എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവളാണ്. സോറി, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ ഫോൺ വെച്ചെങ്കിലും ആ പയ്യൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി. അമ്മണി ചേച്ചിക്ക് അറിയാമായിരുന്നു മരിക്കുമെന്ന്. ആദ്യമായിട്ട് ഞാൻ അമ്മണിയെ കാണുന്നത് എൻ്റെ ഫാമിൽ വെച്ചിട്ടാണ്. എൻ്റെ ഫാമിൻ്റെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ വീടിൻ്റെ എല്ലാവരോടും സംസാരിച്ച് അതായത് നമ്മുടെ വലിയ വഴി കഴിഞ്ഞാൽ അവിടെ കാറ് നിർത്തി അച്ഛയോടോ അല്ലെങ്കിൽ കൂടെയുള്ള ആരോടെങ്കിലും പറയും, നിങ്ങൾ ഫാമിലേക്ക് പോയിക്കോ, ഞാൻ നടന്നു വന്നോളാന്ന് പറയും. കാരണം അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും. അവരെല്ലാവരോടും സംസാരിച്ച് എൻ്റെ വിശേഷം പറഞ്ഞ് അവരുടെ വിശേഷം ചോദിച്ച് ഒക്കെയാണ് ഞാൻ ഫാമിലേക്ക് എത്തുമ്പോൾ ഒരു 10-15 മിനിറ്റ് പിടിക്കും. അങ്ങനെയൊക്കെയാണ്. അവർക്കറിയാം. അവർ തന്നെ എന്നോട് പറയും, അയ്യോ ചേച്ചി സമയം പോവില്ലേ, അച്ഛയൊക്കെ അങ്ങ് ഫാമിലെത്തിയല്ലോ, എന്നാൽ നടന്നോ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നടന്നു വന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ്. കാരണം അവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരുപാട് നാനാത്വത്തിൽ ഏകത്വം പോലെ ഒരുപാട് ജാതി മതസ്ഥർ ജീവിക്കുന്ന സ്ഥലമാണെങ്കിലും എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മരണം നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും കാണാൻ പോയിരുന്നു. അപ്പോൾ സ്ത്രീ വാവിട്ട് കരയുകയാണ്, ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ ഉള്ളത്, ഞങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, ഞങ്ങൾക്ക് ഇനി ഞാൻ എന്ത് ചെയ്യും ഈ മക്കളെ കൊണ്ട്. അതൊക്കെ കേട്ടപ്പോൾ അന്ന് എനിക്ക് ഈ വിധവയുടെ ഒരു വിഷമം എന്താണെന്ന് അറിയില്ല. അവരെന്തിന് ഇത്രയും അലമുറയിട്ട് ഇത്ര ഇതായി ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു കേട്ടോ, എൻ്റെ അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് അത്രയോ ഉള്ള അറിവോ ഉള്ളതുകൊണ്ടോ ഞാനിങ്ങനെയൊക്കെ ഓർത്തു. അതിനുശേഷം ദിവസങ്ങളും മാസങ്ങളും പോയി.
ആ വീട്ടിൽ നിന്ന് എന്നും അടിയും വഴക്കും ഒച്ചപ്പാടും ബഹളവുമാണ്. അപ്പം നമ്മുടെ ഫാമിലും മുട്ട പാക്കിങ് ചെയ്യാൻ വേണ്ടി കാടമുട്ട, കോഴിമുട്ട, നാടൻമുട്ട നമ്മൾ നാടൻ കോഴീനെ വളർത്തുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മുട്ട പാക്കിങ്ങിനൊക്കെ അവിടെ തന്നെയുള്ള നമ്മുടെ ഫാമിനോട് ചേർന്നിട്ടൊക്കെ അങ്ങനെ വേണമല്ലോ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ. അവിടെ ഏത് സ്ഥാപനമാണെങ്കിലും അതിന് പരിസരത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൂടി എൻ്റെ ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും എൻ്റെ വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം അമ്മനി നമ്മുടെ ഫാമിലിയിലേക്ക് കയറി വരുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഒരു ജോലി തരുമോ, എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ എനിക്ക് വളർത്താം, ആരും പേടിക്കാതെ കിടക്കാം, എന്താണെങ്കിലും എനിക്കൊരു ജോലി തരും. സോറി, ഭയങ്കര മഞ്ഞ കേട്ടോ, ഇത് ഭയങ്കര മഞ്ഞ ഇവിടെ. അപ്പോൾ ഞാനല്ലല്ലോ ഹസ്ബൻഡിനോട് ചോദിക്കണം, അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനോട് ചോദിക്കണം. അങ്ങനെ പറഞ്ഞു, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അവരപ്പോൾ കുറച്ച് കഴിയും വരാനെന്നുള്ള ആ ഒരു ഇതിൽ പുള്ളിക്കാരത്തിയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ആ വീട്ടിൽ അടിയും വഴക്കുമാണ്. അമ്മായിയച്ഛനെ കൂട്ടി അമ്മായിയമ്മ പറയുന്നു അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ 2 ആൺകുട്ടികളുണ്ട്, ഭർത്താവിൻ്റെ 2 അനിയന്മാരുണ്ട്, അവരെ കൂട്ടി പറയുന്നു. അവർ പറയുന്നതിലും ഒന്നും ഇല്ലാതില്ല. അമ്മായിയച്ഛൻ ഇത്തിരി കോഴിത്തരമൊക്കെ ഉള്ള ആളാണ്. അടുത്തൂടെ നടക്കുമ്പോൾ ഇങ്ങനെ എരിവ് വലിക്കുന്നു, അറിയാതെ തൊടാൻ വരുന്നു, പിന്നെ അറിയാത്ത പോലെ തൊട്ടാൻ വരുന്നു. പിന്നെ ഒരനിയനാണെങ്കിൽ വളരെ മോശമായിട്ട് പെരുമാറുന്നു. എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അവിടെ ആങ്ങളെ കല്യാണം കഴിച്ചു, അവന് ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലാൻ, അപ്പോൾ എൻ്റെ ബീന ചേച്ചി എനിക്ക് ഒരു ജോലി അത്യാവശ്യം. അപ്പം ഞാനും ആലോചിച്ച് ശരിയല്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കൊരു ജോലി എന്താണേലും അത്യാവശ്യമാണെന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് അന്ന് എൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോടൊക്കെ പറഞ്ഞു, അപ്പോൾ അതിനെന്താ നിന്നോട്ടെ, കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലിൻ്റെ അടുത്തുള്ള ഇവരുടെ വീട്ടിലുള്ള ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒച്ചപ്പാടും അടിയും. കാരണം അതൊരു പഞ്ചായത്താണ്. അപ്പോൾ അവിടെ ഈ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു വിജന പ്രദേശമൊക്കെ ആയതുകൊണ്ട് അവിടെ സന്ധ്യ കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഒരു സൈലൻ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഫാം എന്ന് പറഞ്ഞാൽ 2 ഏക്കർ സ്ഥലത്താണ് ഫാം. അത് പഞ്ചായത്ത് വഴിയിൽ നിന്ന് നമ്മളൊരു 1/2 കിലോമീറ്റർ വിട്ടാണ് നമ്മുടെ റോഡും കാര്യങ്ങളും ഓഫീസ് റൂമും ഒക്കെ പഞ്ചായത്ത് വഴിയോട് ചേർന്നാണെങ്കിൽ ഫാം കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് നമ്മൾ ഫാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടുകാർക്ക് ഞാൻ ജോലി കൊടുത്തെന്ന് പറഞ്ഞല്ലോ സ്ത്രീകൾക്ക്. അപ്പോൾ അവരുടെ കൂടെ പുള്ളിക്കാരത്തെ മുട്ട പാക്കിങ് അത് അധിക ദിവസമൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ വന്നിട്ട് ഈ അമ്മായിയമ്മ വന്ന് ഭയങ്കര ശല്യമാണ്. അവരുടെ ആവശ്യം ഈ പുള്ളിക്കാരത്തെയും കുട്ടികളും ഇവിടുന്ന് പോകണം, അവരുടെ ആൺമക്കൾക്ക് കല്യാണം കഴിക്കണം, അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇവരാണെങ്കിൽ അമ്മണിയാണെങ്കിൽ വളരെ ചെറുപ്പമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തേക്ക് നിവൃത്തിയില്ലാതെ ഞങ്ങളോട് യാത്ര പറഞ്ഞ് പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലേക്ക് അമ്മണി ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്, ആ 13ഉം 10ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്രയായി. അധിക ദൂരമൊന്നുമല്ല, കട്ടിമുട്ടോ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആരക്കുന്ന്, പിറവത്തുനിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ആരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മുടെ ഫാമായി കട്ടിമുട്ടോ എന്ന് പറയും, ആരക്കുന്നും കട്ടിമുട്ടോ. അപ്പോഴെന്താ അവിടെ പോകുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ എനിക്ക് തോന്നി. കാരണം പിന്നെ പോകെ അവരെക്കുറിച്ച് അറിഞ്ഞപ്പോഴൊക്കെ ഒരുപാട് വിഷമങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ പോയി പിന്നെ വർഷങ്ങൾ പോയി, ഇടയ്ക്കൊക്കെ കാണാൻ വരും, അല്ലെങ്കിൽ ഞാൻ ആ വഴി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് കയറും. അപ്പോൾ പുള്ളിക്കാരത്തി വീട്ടുജോലിക്ക്, ആങ്ങളുടെ ഭാര്യ വീട്ടുജോലിക്ക് പോകുന്നതാണ്, അമ്മിണിനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ പല വീടുകളിൽ ജോലിയെടുത്തു, കുട്ടികളെ ഇവിടുന്ന് സ്കൂളിൻ്റെ ഇതൊക്കെ മാറ്റി അവിടെ സ്കൂളിൽ ചേർത്തു, അവർ മെഡിക്കലായിട്ട് വളരുന്നു എന്നൊക്കെ കേട്ടപ്പോഴും പിന്നെ കാണുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ എന്തുകൊണ്ട് അത് ഞാൻ അവിടെ കയ്യിൽ വെച്ച് കൊടുക്കും. അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, എന്നെക്കാട്ടി മൂത്തതാണ്. പക്ഷെ എനിക്ക് അമ്മിണി ഒരു കൂട്ടുകാരിയെ പോലെ തന്നെയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക, ഞാനും അമ്മിണിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെയായി. അന്ന് അവൾ ആ കരഞ്ഞതിൻ്റെ അർത്ഥങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് കൂടുതൽ അമ്മിണിയോട് ബഹുമാനവും സ്നേഹവും വല്ലാത്തൊരു സഹോദരിയോട് എനിക്കൊരു ചേച്ചി ആണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ പിന്നെ ഞാൻ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കെ അമ്മണി വീട്ടുജോലിയൊക്കെ എടുത്ത് ഈ കുട്ടികളും വളരുവാണ്. എന്നോട് പറഞ്ഞു കാക്കനാട് ഇതേപോലെ ഇൻഫോ പാർക്കിൻ്റെ അടുത്തൊരു വീട്ടിൽ കുറേ സ്ത്രീകൾ താമസിക്കുന്നുണ്ട്, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യുക, ആ വീടൊക്കെ വൃത്തിയാക്കുക. അങ്ങനെ ഉള്ള ജോലിക്ക് ഡെയിലി പൈസ കിട്ടും, 300 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ഞാനൊരു 3 വീട്ടിൽ ജോലിക്ക് നാത്തൂനാക്കി തന്നിട്ടുണ്ട്. നാത്തൂനെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സന്ധ്യ എന്നാണ്. ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ള പുള്ളിക്കാരിയാണ്. എന്താ പറയുക, ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം ഒരു സ്ത്രീ, അവിടെ തലയിലാണ് ആ ഒരു കുടുംബത്തിൻ്റെ ഭാരം അവൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന ആ കുട്ടി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നോട് അമ്മിണി വന്ന് ഒരു ദിവസം എന്നെ കാണാൻ വരുവാണ്. കാണാൻ വരുമ്പോഴത്തേക്കും ഫാമൊക്കെ നിർത്തിപ്പോയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഫാമൊക്കെ നിർത്തുന്നത്. അപ്പോൾ അമ്മണി എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മക്കളുടെ കയ്യിൽ സംസാരിച്ച് എൻ്റെ മക്കളുടെ കയ്യിൽ അവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പോയി. അങ്ങനെ ഈ മൊബൈലൊക്കെ അവിടെ വാങ്ങിച്ചിരുന്നു. അങ്ങനെ എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ നമ്മുടെ ഫാമിലി ജോലി ചെയ്തിരുന്ന ഒരു ആൻറ്റി ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്പർ. അന്ന് ഞാൻ കണ്ണൂർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്താ അമ്മ നമ്പർ ഇതാ, അമ്മ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു, സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആവശ്യം കേട്ടപ്പോൾ എനിക്കും തോന്നി എപ്പോഴെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു കാര്യമാണല്ലോ ആവശ്യപ്പെട്ടത്. പാവം സാധിച്ചു കൊടുക്കട്ടെ തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായെങ്കിലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കാൻ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ അമ്മണിയെ കാണാൻ ചെന്നപ്പോൾ അമ്മണി എന്നോട് പറഞ്ഞു, എനിക്ക് ബീന ചേച്ചി എനിക്ക്, പക്ഷെ എന്നെ ചേച്ചി എന്ന് വിളിക്കേണ്ട, ഞാൻ അമ്മണിയെക്കാട്ടി ഒരു 10 വയസ്സെങ്കിലും ഇളയതാണ്. എന്നിട്ടും അമ്മണി ചേച്ചി എന്നൊക്കെ, അത് ആ സ്നേഹം കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, നമ്മളെ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മണീന്ന് വിളിക്കും. ചിലപ്പോൾ അവളെന്ന് ഇവളെന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, എടീന്ന് വിളിച്ചിട്ടുണ്ട്. അതൊന്നും എൻ്റെ അധികാരം കൊണ്ട് വിളിക്കുന്നതല്ല, എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ വിളിച്ചു. അത്രയും എനിക്ക് അടുപ്പമുണ്ട് എന്ന് കണ്ടിട്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരത്തി എന്നെ ചേച്ചിന്ന് വിളിക്കും. സാരമില്ല, അത് പോട്ടെ. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് പുള്ളിക്കാരത്തിക്ക് ഒരു വീട് എടുക്കണം. കാരണം പുള്ളിക്കാരത്തി പല വീടുകളിൽ, ഈ സ്ത്രീകൾ താമസിക്കുന്ന പല വീടുകളിൽ ജോലിക്ക് പോയപ്പം ബുദ്ധിമതിയായ അവളും അവിടെ നാത്തൂനും കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഇൻഫോ പാർക്കിൽ സൺറൈസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ്, ജോലിക്കാർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ താമസിപ്പിക്കുക എന്നുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ആഗ്രഹിച്ചിരുന്നു നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തു ജീവിക്കുക. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, അവരുടെ വീട്ടിൽ തന്നെ പുറത്തേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് പിറവത്ത് നിന്ന് കാക്കനാട് വരെ എത്തണമെങ്കിലൊക്കെ ഡെയിലി അങ്ങ് പോക്കുവരവ് വളരെ പൈസ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. വീട്ടിൽ തന്നെ അവർക്കൊരു കച്ചവടം, കുറച്ച് നൈറ്റി, ബ്രേസർ, കുട്ടികളുടെ കുഞ്ഞുടുപ്പുകൾ, തോർത്ത്, ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മുണ്ടുകൾ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവളത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ മുന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം മൂലധനം എന്ന നിലയിൽ അവൾ ആവശ്യപ്പെട്ട, അതായത് ഒരു വീടെടുത്തു, 2 നില വീടെടുത്തു. അപ്പോൾ വീടെടുക്കുമ്പോഴത്തേക്കും ഞങ്ങളോടും കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു. കാരണം അവരെ പറയും ഇങ്ങനെ വീടുകൾ തോറും ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. അപ്പം അവിടെയെങ്കിലുള്ള കാക്കനാടൊക്കെ ഞങ്ങൾക്കെങ്കിലും ചിലർക്കെങ്കിലും അറിയാൻ പറ്റും, വലിയ വലിയ കോടീശ്വരന്മാരുടെ വീടുകളാണ്. അവർ പുറത്ത് അവരുടെ മക്കളൊക്കെ ഒപ്പം ജീവിക്കാൻ പോകുമ്പോൾ ഈ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഫോ പാർക്കിനോട് ചേർന്നിട്ടുള്ള, ഇൻഫോ പാർക്കിൽ ഒരുപാട് ജോലിക്കാരുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള വീട്ടുകാർക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷം. കാരണം നല്ല വാടക കിട്ടും. അപ്പോൾ ഒന്നും അറിയണ്ട, വീട്ടിൽ നിന്ന് 20,000 30,000 അന്നത്തെ, അതായത് ഒരു 20 വർഷം മുമ്പെയുള്ള കാര്യമാണ് ഞാനിപ്പോൾ അറിയുന്നത്. അപ്പോൾ തന്നെ ഇന്ന് ആ വീടുകളുടെ ഒക്കെ വാടക ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് 20,000 രൂപ ഉണ്ടായിരുന്നു ഒരു 2 നില കെട്ടിടം വാടകയ്ക്ക് എടുക്കുമ്പോൾ. ഒരു 4 മുറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 3 മുറി ഉണ്ടാവും. അവിടെ ഒരു മുറിയിൽ ഒരു 4 കട്ടിലിടും. അങ്ങനെ ആ 4 പേര് ഒരു മുറിയിൽ, അങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിൽ, ഒരു 2 നില വീട്ടിൽ ഒരു 10-15 പേരെയൊക്കെ താമസിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇവൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് ഞങ്ങളും ചെന്നു, ഞാനും എൻ്റെ അച്ഛനും കൂടെ ചെന്നു. അവൾക്കൊരു പിന്തുണ വേണമല്ലോ, ആൾക്കാർ വീട് കൊടുത്തില്ലെങ്കിലോ. കാരണം 2 സ്ത്രീകളാണ്, വീട്ടുജോലി ചെയ്ത് നടക്കുന്നവരാണ്. അങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ
മിക്കവർക്കും ഒരു മടി ഉണ്ടാവും വീട് കൊടുക്കാം. പക്ഷെ അവൾ കണ്ട വീട്ടിൻ്റെ ഓണറിനോട് ഞങ്ങൾ സംസാരിക്കുകയും സകല പിന്തുണയും കൊടുക്കുകയും അപ്പോൾ അവർ പിന്നെ സമ്മതിച്ചു. അപ്പോൾ എൻ്റെ അച്ഛയുടെ പേരിൽ എഗ്രിമെൻ്റ് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അത് നടക്കുകയല്ല, എൻ്റെ പേരിലല്ല, അവർക്ക് സ്വന്തമായി, അവർ സ്ത്രീകളാണ്, അവർ സ്വന്തമായി ജീവിക്കണം, അവർ സ്വന്തം കാലിൽ നിന്ന് അവർ മക്കളെ വളർത്താൻ കുടുംബം നോക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീട് കൊടുക്കുക. പക്ഷെ അതിനകത്ത് എന്ത് വന്നാലും, കാരണം അമ്മിണിയുടെ നാത്തിനെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമായിരുന്നു. അച്ഛയുടെ വാക്ക് കേട്ട വീടിൻ്റെ ഓണർ താക്കോല് തന്നു. അവിടെ അമ്മിണിയുടെ ആഗ്രഹം പോലെ കുറെ കുട്ടികളെ താമസിപ്പിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കാണാതെയായി. അതിനുശേഷം ചില ടൈമുകളിൽ അമ്മിണി ഞങ്ങളെ തേടിയെത്തി. അല്ലെങ്കിൽ കാക്കനാടൊക്കെ ആ വഴി പോകേണ്ട സാഹചര്യം വന്നാൽ അമ്മിണിയെ വിളിക്കുക, അമ്മിണി എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അമ്മിണിയെ കാണാൻ ചെയ്യുക. കുട്ടികളൊക്കെ വലുതായി, അവരെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അമ്മിണി ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുവാണ്. അപ്പം എൻ്റെ അച്ഛൻ ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വിളിക്കാതെ വന്നതെന്ന് വെച്ചാൽ ഒരു തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് അമ്മിണി കയറി വന്നത്. അപ്പോൾ അമ്മിണിക്കാരെ ഞങ്ങളെല്ലാം തിരുവോണത്തിന് വീട്ടിലുണ്ടാവുമെന്ന്, അതാണ് അവൾ വിളിക്കാതെ വന്നത് കേട്ടോ. അന്ന് സന്തോഷത്തിൻ്റെ ഇടയിലും അവിടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം ഇരുന്നു ഓണസദ്യ കഴിച്ചു. അപ്പോഴൊക്കെ കണ്ണുകൾ നിറയുമ്പോഴത്തേക്ക് അത് സന്തോഷം കൊണ്ടാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആയിരിക്കാം ആരെങ്കിലും ചിന്തിക്കുക സന്തോഷം കൊണ്ട്. അങ്ങനെ ചിലർക്കുണ്ടല്ലോ സന്തോഷം വന്നാലും കണ്ണ് നിറയുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് അമ്മിണിയെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചപ്പോൾ അമ്മിണി പറഞ്ഞ കാര്യം കേട്ട് എനിക്ക് ഒരുപാട് വിഷമം. അതായത് മക്കളെ കല്യാണം കഴിഞ്ഞു, അവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ആ കുട്ടികളെ പഠിപ്പിച്ച് ഒരാൾ നേഴ്സായി, ഒരാൾ എന്തോ ഒരു ചെറിയൊരു ഓഫീസിൽ ജോലിയുണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. നല്ല കുടുംബത്തിൽ തന്നെയാണ്. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നതും അവരെ അംഗീകരിക്കുന്നതുമായ ഒരു കുടുംബത്തിലേക്ക് ആ കുട്ടികളെ വിടണമെന്നായിരുന്നു അമ്മിണിയുടെ നാത്തൂൻ്റെ ഏക ആഗ്രഹം. അങ്ങനെയൊക്കെ നടത്തി. ഭർത്താക്കന്മാർ നല്ലവരാണ്, കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മക്കളാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫോളോവേഴ്സുള്ള ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന പെൺകുട്ടികളാണ്. ചെറിയ മോളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുണ്ട്. എനിക്ക് ആ ഒരു ഇതിലൊന്നും എനിക്ക് ആ കുട്ടികളോട് ഭയങ്കര ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇല്ലാത്തതിനെ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ള അതായത് ചിലരുണ്ടല്ലോ ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്നതാണ് ഒന്ന് എപ്പോഴെങ്കിലും മനസ്സിലൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ അത് ഞാൻ അഹങ്കാരം വരാല്ല, അല്ല അവരങ്ങനെ ആവണമെന്ന് വരാല്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാവണം. നമ്മൾ എങ്ങനെയാണ് വളർന്നത്, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്. നമ്മുടെ അമ്മ വിധവയായ സമയത്ത് ഈ ഞങ്ങളെ 2 പെൺകുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഒരു രാത്രി അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി പോരുന്നതിന് ശേഷം അമ്മ ഞങ്ങളെ ഈ നിലയ്ക്കാക്കാൻ ഒരു വിധവയായ അമ്മ ഏതൊക്കെ സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ടാണ് മുന്നോട്ട് പോയെന്ന് യുവതികളായി കഴിയുമ്പോൾ ഏതൊരു മനുഷ്യന് മനസ്സിലാവും അല്ലേ. അമ്മേനെ മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. ചിലവർ പറയും പ്രസവ വേദന എടുത്ത് ഞാൻ പ്രസവിച്ചപ്പോഴാണ് എൻ്റെ അമ്മേനെ എനിക്ക് മനസ്സിലായത്, എൻ്റെ അമ്മ എന്ന് പറയും. പക്ഷേ ചിലരെങ്കിലും അതൊക്കെ മനഃപൂർവ്വം മറന്നു കളയുന്ന കുറേ മക്കളുണ്ട്. അമ്മേനെ വേണ്ടാത്ത, അമ്മേനെ ദ്രോഹിച്ച അമ്മ എന്ന് പറയുമ്പോൾ നീ ഇറങ്ങി പോടി, ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാർ തള്ളുമ്പോൾ ആ മക്കളെ നിങ്ങളുടെ മകൻ്റെ മക്കളല്ലേ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ആ അമ്മ പോയില്ലല്ലോ. മിക്ക അമ്മമാരും ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഓരോ വിധവകളും ഭർത്താക്കന്മാരുടെ വീട് വിട്ടിറങ്ങുന്നത്. ഇനി എന്താന്നുള്ളൊരു ചോദ്യം പോലും ഈ മക്കളെ നോക്കുമ്പോൾ ഉണ്ടാകുമ്പോഴും ഒരു ആശ്വാസത്തിൻ്റെ ഒരു കണിക, ഒരു നിമിഷം അവർക്കുണ്ടാവുന്നത് നൊന്തുപറ്റ തൻ്റെ മക്കളെ തന്നെ കാണുമ്പോഴാണ്. ആ മക്കളെ വളർത്താൻ അവർ നല്ല രീതിയിൽ പഠിപ്പിച്ച് മറ്റൊരു ജീവിതം കൊടുക്കാൻ ഒക്കെ ആയിട്ട് ഒരു വിധവ സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് കളിയാക്കലുകൾ, തൻ്റെ ശരീരത്തിലേക്ക് നീണ്ടുവരുന്ന ഒരുപാട് കണ്ണുകളെ കണ്ടില്ലെന്ന് നടിച്ച് വേദനാജനകമായ പല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഒക്കെയാണ് ഈ മക്കളെ ഇത്രയാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആ കുഞ്ഞുങ്ങൾ തിരിച്ച് അമ്മമാർക്ക് കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ഉണ്ട്. അത് അവരുടെ കാര്യമാണ്, ഞാൻ പറയുന്നില്ല. പക്ഷേ
ഒരു ക്രിസ്മസ് വരുമ്പോഴും ഒരു തിരുവോണം വരുമ്പോഴും ഒരു പള്ളിപ്പെരുന്നാൾ, നമ്മൾ ജീവിക്കുന്ന വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പള്ളിയിലോ അമ്പലത്തിലോ ഉത്സവ പെരുന്നാളോ വരുമ്പോൾ ആരുമില്ലാത്ത എൻ്റെ അമ്മയുടെ അടുത്ത്, എൻ്റെ അമ്മ കെട്ടിച്ചു വിട്ടതല്ലേ, എൻ്റെ അമ്മയുടെ അടുത്തേക്കല്ലേ ഞാൻ വരേണ്ടത് എൻ്റെ ഭർത്താവിനെയും കൂട്ടി അല്ലേ? അതോ എന്നോ ഉപേക്ഷിച്ച് കളഞ്ഞ അച്ഛൻ്റെ വീട്ടുകാരെ തമ്മിൽ പോവുകയാണോ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വീട്ടുകാരൊക്കെ വേണമായിരിക്കും, അമ്മ വീട്ടുകാരല്ലല്ലോ, അമ്മ ഒറ്റയ്ക്കല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ ആദ്യത്തെ അറ്റാക്ക് അമ്മിണിക്ക് ഉണ്ടാവുകയാണ്. ഒരു മകളും മകനും ആദ്യം അച്ഛൻ്റെ വീട് അന്വേഷിച്ച് പോകുന്നു, അവരായിട്ട് ബന്ധം പിടിക്കുന്നു. രണ്ടാമത്തെ മകള് പറയുന്നു അമ്മ ചേച്ചിയും ഭർത്താവും ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ അതിനുശേഷം ഈ മകളും കൂടി പോവുകയാണ് അവരുടെ ഒപ്പം. അപ്പോൾ ക്രിസ്മസ് ഓണവും ഈ പറയുന്ന എല്ലാ ഫെസ്റ്റിവൽസും അവർ അച്ഛൻ മരിച്ച് അവർ അച്ഛൻ്റെ ബന്ധുക്കളെ തേടി അവിടെ ആഘോഷിക്കുമ്പോൾ അമ്മണിക്ക് 2-3 അറ്റാക്കുകൾ ഇവിടെ സംഭവിക്കുകയാണ്. ലാസ്റ്റ് വന്ന് പറയുകയാണ്, അതായത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ അമ്മിണിയെ കാണാൻ ചെല്ലുമ്പോൾ അമ്മിണി എന്നോട് പറയുകയാണ്, ബീന ചേച്ചി ഞാൻ അധിക നാളിന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, കാരണം എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പം എന്തൊക്കെ ഈ പറയുന്നു, ഒന്ന് പൊയ്ക്കാൻ വേണ്ടുമ്പോഴേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം വന്നു. കാരണം അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മക്കൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് വീതിച്ചു തരണം, ഇനി വയസ്സായില്ലേ, 10-65 വയസ്സായില്ലേ, അമ്മ ഇനി എവിടെയെങ്കിലും എൻ്റെ കൂടെയോ ചേച്ചിയുടെ കൂടെയോ എവിടെയെങ്കിലും നിന്നോ. പക്ഷെ ഒരു രാത്രി പോലും ഈ മക്കളെ കെട്ടിച്ചു വിട്ട വീടുകളിൽ ചെന്ന് ഈ അമ്മയ്ക്ക് നിൽക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കാണ് അമ്മേനെ ഇരുത്തിക്കൊണ്ട് അമ്മയുടെ കുറ്റങ്ങൾ പറയുന്നത്. എന്ത് കുറ്റമാണ് ഒരു വിധവയായ അമ്മയ്ക്ക് എന്ത് കുറ്റമാണ് പെൺമക്കൾ വളർന്നു കഴിയുമ്പോൾ ഈ അമ്മമാരിൽ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടതോ, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതോ? അങ്ങനെ അമ്മിണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മിണി നിങ്ങൾ 2 പെൺമക്കളെ വിട്ടിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയോ, മറ്റൊരു കുടുംബം നശിപ്പിക്കാൻ പോയോ? ഒരാളെ വിളിച്ച് നിങ്ങളുടെ മുന്നിൽ ഇതാണ് നിങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞ് കാണിച്ചു തന്നോ? ഇല്ലല്ലോ. ഈ മക്കൾ 2 പേരും ഭയങ്കര സുഖ സൗകര്യത്തിൽ തന്നെ ജീവിക്കണമെന്ന് ആ പാവം പിടിച്ച അമ്മ ആഗ്രഹിച്ചിരുന്നു. അതനുസരിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ അമ്മേനെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛൻ്റെ വീട്ടുകാരുടെ ഒപ്പം ചേർന്നപ്പോൾ ആ അമ്മ തകർന്നു പോവില്ലേ ഇല്ലേ? അപ്പോൾ ആ ഒരു അറ്റാക്ക് വന്നതും ഒക്കെ ആ ഹൃദയത്തിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തെ വേദനകൾ കൊടുത്തിട്ട് തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ലാസ്റ്റ് ഇവർ വന്ന് പറഞ്ഞു, എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയസ്സായാലോ, അമ്മ മാറി നിന്നോ, ബിസിനസ്സൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് വീതിച്ചതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെയൊക്കെ അപ്പനുണ്ടാക്കിയ മുതലാണോ നിന്റെ അമ്മ വീതിച്ചു തരാൻ പറയുന്നത്? വല്ല കോടീശ്വരന്മാരായ ആൾക്കാരും വീടുകൾ പണിതിട്ടിട്ട് നിന്റെ അമ്മ അത് വാടകയൊക്കെ എടുത്ത് നടത്തുന്ന എഗ്രിമെന്റ് എഴുതിയ ഒരു അവകാശം മാത്രമേ ഉള്ളൂ. 11 മാസത്തേക്കുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണ്. അത്രയും മാസം അത് സ്വന്തം വീട് പോലെ കരുതി അവിടെ അവർ ചെയ്യുന്ന ബിസിനസ് ചെയ്യാനാണ്, അല്ലാതെ നിന്റെ ഒന്നും അപ്പൻ്റെ കുടുംബസ്വത്തല്ല വീതിച്ചു തരാൻ. അങ്ങനെയാണെങ്കിൽ നിനക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാക്കനാട് 1000 വീടുകൾ എടുത്താലും അവിടെ താമസിക്കാൻ ആൾക്കാരെ കിട്ടും. ഒരു വീട് വാടകയ്ക്ക് എടുക്ക്, പറ്റുകയല്ല അല്ലേ? ഇപ്പം 3-4 ലക്ഷം രൂപയൊക്കെയാണ് അഡ്വാൻസ് കൊടുക്കേണ്ടത്. ഒരു വീടിന് 50,000 രൂപയാണ് വാടക ചോദിക്കുന്നത്. ഒരു 2 നില ബിൽഡിങ്ങിനും വാടക ചോദിക്കുന്ന 3 മുറിയുള്ള ഒരു 2 നില ബിൽഡിങ്ങിന് വാടക ചോദിക്കുന്ന 50,000 75,000 ഒക്കെയാണ്. അതിന് മാത്രം ഇവിടുന്ന് വരവുണ്ടാവും. അതൊക്കെ കണ്ട് അമ്മയുടെ കൂടെ നിന്ന് മരുമക്കളും മക്കളും ഒക്കെ ഇതൊക്കെ പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് തുടങ്ങണം. അല്ലാതെ ആരാൻ്റെ ഇത് വീതിച്ചതാന്ന് പറഞ്ഞാൽ, അതായത് അമ്മയുടെ അല്ല, അമ്മ നടത്തുന്ന വീടുകൾ വീതിച്ച് തരാൻ പറഞ്ഞാൽ അത് എവിടെയാണ് അതിനകത്തൊരു ന്യായം ഉണ്ടാവുക? അമ്മയ്ക്ക് ജീവിക്കണ്ടേ? അമ്മയ്ക്ക് 65 വയസ്സായെന്ന് വെച്ച് ഇനി അമ്മയ്ക്ക് ജീവിതം ഉണ്ടാവില്ലേ? നിങ്ങളാണ് അമ്മയുടെ ആയുസ് എടുത്തത്. മനസ്സിലാക്കിയോ പെൺമക്കളെ? അങ്ങനെ എനിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച ഒരു രൂപമാണ്, ആളാണ് എൻ്റെ അമ്മണി. ഞാൻ അച്ഛയെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഞാൻ വരുന്നു. അപ്പം എൻ്റെ അച്ഛനോട് പോയിട്ട് ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ മിക്കവാറും ദിവസം എറണാകുളം ഓട്ടമാണ്. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോയി കാക്കനാട് വന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ
ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പുള്ളിക്കാരത്തിന്. അപ്പോൾ ഞങ്ങൾ പിറവത്തേക്ക് ഇപ്പോഴും പറയട്ടെ, ഇത്രയും വർഷമായിട്ടും സ്വന്തം വീട് എന്നുള്ള ഒരു സ്വപ്നം അമ്മണിക്ക് ഇല്ലായിരുന്നു എന്ന് അമ്മണി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ആ എടുക്കുന്ന ഏത് വീടും അവിടെ നിന്നാണ് തൻ്റെ പെൺകുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൽ ഒതുക്കി അമ്മ ജീവിച്ചത്. ആ മക്കൾക്ക് സ്വന്തം വീട് ആയിക്ക് അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വീടെന്ന് കണ്ട ഒരു വീട്ടിലേക്കാണ് അവരെ കല്യാണം കഴിച്ച് വിട്ടത്. ഈ അമ്മണിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു വീട് അമ്മണി ഇന്ന് വരെ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോഴും അമ്മണിയുടെ ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് അമ്മണി ജനിച്ചു വളർന്ന് അല്ലെങ്കിൽ വിവാഹശേഷം വീണ്ടും വിധവയായി 2 പെൺകുട്ടികളെയും കൊണ്ട് കയറി ചെന്ന തൻ്റെ സ്വന്തം വീടിൻ്റെ ഉമ്മറത്തേക്ക് തന്നെയാണ് അമ്മണിയുടെ ഭൗതിക ശരീരം കുറേ ആൾക്കാർ എത്തിച്ചത്. അപ്പോൾ ആ വീടും അമ്മയുടെ നാട്ടും അമ്മയുടെ കൂടെ ഇത്രയും വർഷം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒക്കെ ഉയർച്ച ആ വീട്ടിലും ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ വീടൊക്കെ വെച്ചിരുന്നു. അമ്മണിക്ക് അവിടെ സ്വന്തമായിട്ടൊരു റൂം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മണി അവിടെ ആ വീട്ടിൽ രാജകുമാരിയെ പോലെ ഒരു രാജ്ഞിയെ കണക്കാണ് ഒരുങ്ങി ആ ശവമഞ്ചത്തിൽ കിടന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടികളെ കണ്ടു. കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു, പെൺകുട്ടികളാണ്, എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. ഭയങ്കര ഒരു അഭിനയം, നാടക നടികളാണോ ഇവളുമാരെന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അഭിനയം എൻ്റെ മുന്നിൽ കാഴ്ചവെച്ചു. പക്ഷെ ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒക്കെ നമ്മൾ എന്ത് പറയുന്നത്, അവരുടെ അമ്മയാണ് മരിച്ചു കിടക്കുന്നത്. അപ്പം നമുക്കൊന്നും നമ്മുടെ ഉള്ളിൽ പല ചിന്തകളുണ്ടെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും ഇവർ എൻ്റെ രക്തബന്ധുവല്ല. എങ്കിലും ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മ മരിച്ചത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടോ, പത്രത്തിലിട്ടോ? കാരണം ഒരു മരണവിവരം അറിയാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ 10-22-23 വർഷം കൊണ്ട് അമ്മണി നേടിയെടുത്തൊരു നല്ല പേരുണ്ട്. അമ്മണിയുടെ വീട്ടിൽ താമസിച്ച് ജീവിച്ച് ജോലി ചെയ്ത പല സ്ത്രീകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ കാണുവാണെങ്കിൽ അതൊക്കെ അവരറിയണ്ടേ, അമ്മണി ഈ ലോകം വിട്ടു പോയി, നന്നായി ജീവിച്ചൊരു സ്ത്രീ, അവർ പോയി, ഇനി ഇല്ല ലോകത്ത് എന്നറിയണ്ടേ. എന്നാൽ ഞാൻ ശബ്ദം താഴ്ത്തി ആ കുട്ടിയോട്, അതിൻ്റെ ഒന്നും അയ്യോ ഫേസ്ബുക്കിലൊന്നും അങ്ങനെ ഇടാൻ പാടില്ല ആൻറ്റി, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇളയവളും പറഞ്ഞു, അവൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. അപ്പോൾ അവൾ പറയാണ്, അയ്യോയ്യോ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ആൻറ്റി ഇടുന്ന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടോ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയാം. നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷം മാത്രമേ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ പാടുള്ളൂ, സമ്മതിച്ചു. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. എന്നാലും നമ്മളാക്കിയ നമ്മുടെ അമ്മ മരിക്കുമ്പോൾ ഒരു എൻ്റെ മാതാവ് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നൊരു കുറിപ്പെങ്കിലും നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെ അവകാശവും അല്ലെങ്കിൽ അതൊരു ആവശ്യം തന്നെയല്ലേ, മറ്റുള്ളവർ അറിയണം ഇല്ലേ, അതറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് തെറ്റോ ശരിയോ എനിക്കറിയില്ല. എൻ്റെ ശരികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ അനുഭവിച്ചതും ഞാൻ ഉൾപ്പെട്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ. നിങ്ങളത് കേൾക്കുന്നു, കുറച്ച് പേരെങ്കിലും അത് കേൾക്കുന്നുണ്ട്, അതിലുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് മൂന്നാറിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.